കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി തുടങ്ങിയിട്ട് ജനുവരി 15-ാം തീയതി തീരും. ഇന്ന് ജനുവരി 6-ാം തീയതിയാണ്. സോ ഒരുപാട് നാളായി ബീച്ചിൽ ഒരു ഫെസ്റ്റ് തുടങ്ങിയിട്ട്. പക്ഷെ പോകുന്നത് ഉച്ചയാകുമ്പോഴാണ്. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോവുക. ഒരാൾ വെയിലാന്ന് പറഞ്ഞ് തലയൊക്കെ കഴിച്ചിരിക്കുക. ഞങ്ങൾ പള്ളിയിൽ കുർബാന അവരെ ആണ്ടിനാണ് പോകുന്നത്. അപ്പം അവിടെ ലിബി വന്നോളൂ. ലിബി സ്കൂളിൽ പോയിരിക്കുക. ഉച്ചവരെ ഉള്ളു. ലിബി വന്നു കഴിയുമ്പം ലിബിയായിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോവും. എന്നിട്ട് ഉച്ച കഴിയുമ്പോൾ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ ബീച്ചിലോട്ട് പോകും. എവിടെ പോവും? ബീച്ചിൽ പോകും. ജസ്ലിന് ഇവിടെ എത്തിയപ്പോൾ നടക്കണമെന്ന് പറഞ്ഞു. ജസ്ലിൻ വാ, പപ്പ എടുത്തോളാം. ഇങ്ങനെ നടന്ന പള്ളി എത്തത്തില്ല നമ്മള്. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. തിരിച്ച് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. വൈകിട്ട് തരാം, പപ്പ ഇട്ട് തരാം. നമുക്ക് പോവാം, ബീച്ചിൽ പോവാം. ഓക്കെ, ഞങ്ങൾ ബീച്ചിൽ പോകാനായിട്ട് റെഡി ആവുക. ഓക്കെ, ഞങ്ങൾ ബീച്ചിലെത്തി. ആദ്യം തന്നെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു സെറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് കയറി കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിപാടി. അതിനുശേഷം ഇവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോകും രാത്രിയാകുമ്പോൾ. ഇതേ കണ്ട കാറ് ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ട്. കാറ് പൊതഞ്ഞ് കിടക്കുക. ആദ്യം തന്നെ ജസ്ലിന് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോവുക. ഇവിടെയുണ്ട് ഐസ്ക്രീം. മറ്റേ പിള്ളേർക്ക് കയറി കളിക്കാനുള്ള റൈഡൊക്കെ ഉണ്ട് ഇവിടെ. 1, 2, 3. ലിബിയും മണിക്കുട്ടിൻ്റെ അവിടെ 2 പേര് നിൽപ്പുണ്ട്. ജസ്ലിന് ഇവിടെ നിന്ന് കളിക്കുക. ഞങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവിടെ. ഞങ്ങളൊരാൾ വെയിറ്റ് ചെയ്ത്, അവളിവിടെ വന്നാലേ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ. ഇവിടെ വാട്ടർ ഫൗണ്ട് രാത്രിയിൽ ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ജസ്ലി. കുഞ്ഞോ ഉണ്ട്. അവര് വന്നില്ലേ ചേച്ചി? ആലപ്പുഴ ബീച്ച് ഗ്രൗണ്ടിൽ നടക്കുന്ന പകൽ പ്രൊഡക്ഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് സിനിമയായ അവതാറിന്റെ റീക്രിയേഷൻസ് അത് വേറൊരു ലെവലാണ് കേട്ടോ. പൂർണ്ണമായും ഹാൻഡ്മെയ്ഡായി നിർമ്മിച്ച ഈ മായാലോകം. അടുത്ത വണ്ടി പൊതഞ്ഞു വിടത്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാം മറൈൻ വേൾഡിന്റെ. ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ലൈൻ എല്ലായിടും നല്ല തിരക്ക്. ഇതാണ് എൻട്രൻസ്. ഞങ്ങൾ കയറാൻ പോവാ. നാല് പേരെ ജസ്ലിനാണ് ആദ്യം ഉറക്കത്തിൽ നിൽക്കുക. ജസ്ലിന് ഉറക്കം വന്ന് നിൽക്കും.
എൻട്രൻസിലോട്ട് കയറി അകത്ത് കയറി ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങി അടിച്ചു പോകണം അങ്ങോട്ട് കയറാം ഫ്രണ്ടിലോട്ട് ചെല്ലാം. ഇവിടെ മറ്റേ ഇതൊന്നും കാണിക്കണ്ട, മീനെ കാണാം. ജസ്ലിന് ഉറങ്ങും, ജസ്ലിന് ഭയങ്കര ഉറക്കം വന്ന് നിൽക്കുക. അതിനു മുമ്പ് മീനെ കാണിക്കണം. ആനയുടെ ശബ്ദം കേട്ടിട്ട് എവിടുന്ന് ആന വരുന്നെന്ന് നോക്കുക. ജസ്റ്റില് വണ്ടടിച്ച് നിൽക്കും ഇവിടെ. ഇപ്പൊ ജസ്ലിന്റെ ഉറക്കം പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ജസ്ലിന്റെ ഉറക്കം പോയി. ഇനി മീൻ. ഇനിയാണ് നമ്മുടെ അക്വേറിയത്തിന്റെ സെറ്റപ്പ്. ഒരു മീൻ ഇവിടെ അനങ്ങാ ചത്ത കിടക്കുവാണ്. അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിലോട്ട്. ഇതാണ് തിരക്കുള്ള സ്ഥലം. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Too many things going on, I can't keep track of them all. From people dropping a bomb to people putting up walls. I feel like life is on hold, perception stuck in a vault. I know that time can heal all, but how much time till we fall? It's awfully chilly outside when there's no shelter to hide. When everything is a lie, you'll find that out in some time. But when the things on your mind are all considered a crime, communication aside, we'll all just fight till we die. Is this an argument or just the start of it? Either way, I don't wanna be a part of it. Can I just get some space? I don't have the heart for this. I can't be picking up the pieces, fixing scars from this. Is this an argument or just the start of it? I wanna drive away so I can be so far from it. I wanna find a place where no one breaks their promises. ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ. ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ. Or maybe drown myself in something that is bottomless. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. ശരിക്കും ലാഭമാണ് പരിപാടി. ഈ മറ്റേ സ്റ്റാളാന്ന് തോന്നുന്നു, അതൊക്കെ കടകളാണ്. കടയല്ലേ ഇനി മൊത്തം? എനിക്ക് കഴിഞ്ഞ് മീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി മറ്റേ കടകളാണ് അവിടെ. ജസ്ലിൻ മീനൊക്കെ കണ്ട ഇഷ്ടപ്പെട്ടു, സൂപ്പറാണോ? Way back before we blew it all. I know that things seem bad, but they could be much worse. There's always someone else who has a greater curse, a greater thirst, a hunger, pain and mercy. Just find whatever you got and try to be thankful first. I wanna feel again. I need a couple friends. I never really understood just how the story ends, but I can feel it's tense. Don't know the consequence. The ഇത് എങ്ങനെയുണ്ടാവും ഓവറോൾ എക്സ്പീരിയൻസ്? അതല്ലായിരുന്ന സൂപ്പറായിരുന്നു. ഞാനാണെങ്കിൽ വേറെ ദിവസം പറഞ്ഞു, ചില സ്ഥലത്ത് ഭയങ്കര ചൂടായിരുന്നു. Take me back to an age when the world felt small. Way back before we blew it all.